നമുക്കേ അവിടേക്ക് ഇരുന്നാലോ? ആ നല്ല സൂപ്പറാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടേക്ക് ഇരിക്കാം. വാ. എന്നാലും നമ്മുടെ ആ ഫെർണാണ്ടസ് ചേട്ടനെ പറ്റിയത് വലിയൊരു പറ്റായി പോയിട്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ നിന്നൊക്കെ സംസാരിച്ചിട്ട് പോയത് അന്ന് അവസാനം തല്ലിന്റെ അടുത്തൊരെത്തിയതാ. എന്നാലും പുള്ളിക്ക് അങ്ങനെയൊക്കെ പറ്റിയെന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. എന്തേ നിനക്കൊരു ചിരി? ഒന്നുമില്ല. കയ്യിലും കാലിലൊക്കെ കമു കുമ്മൂന്ന കടിച്ചെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ കുറെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമല്ലേ? പണ്ടൊക്കെ പൊക്കിളിന് ചുറ്റും കുത്തലായിരുന്നു. ഇപ്പൊ പിന്നെ കയ്യുമ്മ കുത്തിയാൽ മതി. 4-5 എന്തായാലും കുത്തേണ്ടി വരും. ഹായ്, നിങ്ങൾക്ക് ഈ പട്ടികളോട് എന്തത്ര വലിയ ദേഷ്യം? പട്ടി നിങ്ങളെ വല്ലതും ചെയ്താ? എൻ്റെ പൊന്ന് ചേട്ടാ, ഞങ്ങൾക്ക് ഈ പട്ടികളോട് ഒരു ദേഷ്യമില്ല. പക്ഷെ ഈ പട്ടികളുണ്ടല്ലോ, ഈ തെരുവ് നായകള്, ഈ പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ പോണ പിള്ളേരൊക്കെ ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റങ്ങളൊക്കെ എന്തോരം പേടിക്കണേന്നറിയോ? നമ്മുടെ ആ രതീഷില്ലേ, ആ അമ്പലത്തിന്റെ അപ്പുറത്തെ വീടുള്ള, അവന്റെ ബൈക്കിന്റെ മുന്നിൽ ഇന്നലെ പട്ടി വരാൻ ചാടി. അവൻ മറിഞ്ഞ് വീണ് കാലൊക്കെ പൊട്ടി. എന്ത് കഷ്ടം. അത് ഞാൻ അറിഞ്ഞു. അവന്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കല്ലേ? ആ കൈ ഒടിഞ്ഞ ചേട്ടാ പട്ടി കഴിച്ചോന്ന് ചോദിച്ചല്ലോ. എൻ്റെ അനുഭവം ചേട്ടൻ അറിയാലോ. പട്ടി പട്ടത്തിൽ കയറി തോളുകളിൽ കിട്ടിയിട്ട് 3 മാസത്തെ ഇരിപ്പായിരുന്നു. ഇതെനിക്കറിയാവുന്ന കേസല്ലേ. അതിപ്പോൾ പട്ടി എന്ത് പഠിച്ചു? അവര് രതീഷിൻ്റെ കാര്യം, അവനത് വണ്ടി മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് ഓടിച്ചെങ്കിൽ ഈ വല്ല കുഴപ്പമുണ്ടാവുമോ? അത് വീണത് പട്ടിയുടെ കുഴപ്പമാണ്. ശ്രദ്ധിച്ച് ഓടിക്കണ്ടേ? അതൊക്കെ പറയാം. സ്വന്തം അനുഭവം വരുമ്പോൾ കാര്യങ്ങൾ മാറും. ഈ രതീഷിന് വണ്ടി ഓടിക്കാൻ അറിയാനിട്ടൊന്നുമില്ല. എത്ര കാലമായി, എത്ര മാന്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാ. പെട്ടെന്ന് പട്ടി വന്ന് മുന്നിൽ ചാടി അവനൊന്നും ചെയ്യാൻ പറ്റണ്ടായി പോയി. അതിനിപ്പോൾ പട്ടി എന്ത് പഠിച്ചു? പട്ടിക്ക് റോട്ടിൽ കിടപ്പുണ്ടേ. അപ്പോൾ ആ പട്ടീനെ കാണുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു മാറിപ്പോയാൽ പോരെ. പട്ടി കടിക്കുന്നതും അത് മേത്തേക്ക് ചാടുന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ? എത്ര മാന്യമായ രീതിയിലാണ് പട്ടി പോണേ. നമ്മൾ ശ്രദ്ധിച്ചു പോണ്ടേ? അപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ റോഡൊക്കെ പണിതിട്ടേക്കുന്നത് ഈ പട്ടികൾക്ക് പോകാൻ വേണ്ടി തന്നാ? അടിപൊളിയാണല്ലേ. പിന്നെ കുറെ കുട്ടികൾ മരിച്ചിട്ടുണ്ട് ഈ പട്ടി കടിച്ചിട്ട്. അതിന്റെ പേരിൽ എന്തോരം ദുരിതം അനുഭവിക്കണ്ടെന്ന് അറിയാം അവരുടെ രക്ഷിതാക്കള്. കുട്ടികളെ അവരുടെ കാരണന്മാർ ശ്രദ്ധിക്കണ്ടേ? അല്ലാണ്ട് വെറുതെ പട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ എപ്പോഴും കുട്ടികളുടെ കൂടെ കാരണന്മാരെപ്പോഴും പോകണം. ആ പിന്നെ കാരണന്മാര് കുട്ടികളെ കൊണ്ടുപോകണം. പട്ടി കടിക്കാതെ ശ്രദ്ധിക്കണ്ടേ? ചേട്ടൻ എന്ത് പറഞ്ഞ അതൊക്കെ നടപ്പിലാവണ കാര്യമാണോ? അതെന്താ നടപ്പാണ്ട്? എന്റെ പൊന്ന് ചേട്ടാ, ഈ കാരണന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. സ്കൂളിൽ പോണ സമയത്ത് കുട്ടികളല്ലേ ഒറ്റയ്ക്കല്ലേ പോവാ? ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? കാരണം ചെറിയ കുട്ടികളൊക്കെ ഈ പട്ടി ഉണ്ടെന്ന് പറഞ്ഞ കാരണന്മാര് ശ്രദ്ധിക്കണ്ടേ? ചെറിയ കുട്ടികൾ മാത്രല്ല കടിക്കണേ, വലിയ കുട്ടികളെ. ഇപ്പൊ നമ്മള് 5ാം ക്ലാസ് 6ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഈ പിടിക്കുന്നുണ്ട്, പട്ടി അടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? വെറുതെ വർത്താനം പറയാൻ വേണ്ടിട്ട് ചേട്ടാ. പട്ടികളെ കുറ്റം പറഞ്ഞാൽ ശരിയാവണം. എങ്ങനെയാ? പട്ടിക്ക് ചിലപ്പോ അവരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. വല്ല പട്ടിയെ ദേഷ്യപ്പെടുത്ത്. കുട്ടികളെ മാത്രമല്ല വലിയ ആൾക്കാരെ കടിക്കണില്ലേ? റോഡിൽ സ്കൂട്ടറിന് പോണവർ ഓടിച്ചിട്ട് കടിക്കണില്ലേ? അത് പട്ടി കടിക്കുന്നതിന് പട്ടിയില്ലാണ്ട് പിന്നെ കുട്ടീനെ കുറ്റം പറയാൻ പറ്റുമോ? പട്ടി എന്തെങ്കിലും അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും. അതല്ലാതെ പട്ടിയെ കടിക്കുക അല്ലല്ല. വെറുതെ പോണ പട്ടി വെറുതെ തിരിഞ്ഞ് കടിക്കണം. എങ്ങനെയാ? എന്തെങ്കിലും അതിനെ ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് പട്ടി കടിക്കില്ലേ? വീടിന്റെ അടുത്തേ ഒരു പട്ടി ഉണ്ട്. ആ പട്ടി എന്റെ വീട്ടിൽ നിന്ന് 5 ചെരുപ്പാണ് എടുത്തോണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട്. കറുത്ത പട്ടിയാണോ? ആ അതന്നെ, ഒരു കറുത്തൊരു വണ്ണം കൊണ്ടൊരു പട്ടിയില്ലേ. ഈ സാധനം വീടിന്റെ ഫ്രണ്ടില് ചെരുപ്പ് കൊണ്ടിട്ട് അകത്തേക്ക് കയറിയാൽ മതി, അപ്പോഴേക്ക് എടുത്തോണ്ട് പോകും. വീട്ടിൽ നിന്ന് 2 ചെരുപ്പ് എടുത്തോണ്ട് പോയത്. 2 വീട്ടിൽ നിന്നുണ്ട്. ഇത് തന്നെയാണ് എല്ലായിടത്തും. എന്റെ വീട്ടില് പുതിയ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നല്ല ചെരുപ്പ് കൊണ്ടുവച്ചു. അപ്പൊ അകത്ത് കയറിയിട്ട് കാണാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇപ്പൊ സാധനം പറഞ്ഞില്ല. റോട്ടിൽ കഷ്ണാക്കി കീറി ഡിസൈൻ ഉണ്ടാക്കി വെച്ചേക്കണം. നിങ്ങൾ എന്തെന്ന് പറയാ? അതൊക്കെ പട്ടീനെ നിങ്ങൾ കുറ്റം പറഞ്ഞ എങ്ങനെ ശരിയാവണേ? നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ചെരുപ്പ് നിങ്ങൾ സൂക്ഷിക്കണ്ടേ? വീടിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ചെരുപ്പിട്ടിട്ട് അകത്തേക്ക് കയറി. അപ്പോഴേക്ക് എങ്ങനെയാ നിങ്ങളപ്പോ? ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾ ആ ചെരുപ്പ് എടുത്ത് വീടിന്റെ ഉള്ളിലേക്ക് വെക്കേ. അത് അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും, പട്ടി വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഗേറ്റ് ഉണ്ടാക്കി വെക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്ന് നോക്കി, ആ ഗസ്റ്റ് വന്ന് വീട്ടിലേക്ക് വന്ന അപ്പൊ തന്നെ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റും. നമ്മളെ വീട്ടിൽ പറഞ്ഞ ഗസ്റ്റ് അല്ലേ? നമ്മുടെ ഗസ്റ്റ് അല്ലേ? അപ്പൊ അവരുടെ ചെരുപ്പ് നമ്മുടെ ചെരുപ്പല്ലേ? അപ്പൊ അവരുടെ ചെരുപ്പ് വീടിന്റെ ഉള്ളിൽ എടുത്ത് വെക്കണ്ടേ? ചെരുപ്പ് എടുത്തിട്ട് പോയിട്ടൊന്നും പട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല. അത് നിങ്ങൾ സൂക്ഷിക്കാത്തതുകൊണ്ടല്ലേ. ഗസ്റ്റുകളുടെ ചെരുപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെരുപ്പ് സേഫ്റ്റി ആയിട്ട് അകത്തേക്ക് കയറ്റി വെക്കണ്ടേ? അതിനിപ്പോ ഈ പാവം പട്ടീനെ പിടിച്ച് നിങ്ങളും ക്രൂശിക്കാൻ എങ്ങനെ ശരിയാവണേ? പട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല. പട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല ചേട്ടാ. ഈ നായകളെ എല്ലാവർക്കും ഒരേപോലെ സ്നേഹിക്കാനൊന്നും പറ്റില്ല. ചിലർക്ക് ഓക്കെ, ചിലർക്ക് ഇഷ്ടമായിരിക്കും.
അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലെന്നേ. കാരണം ഇന്ന് വരെ എന്നെ ഒരു പട്ടി കടിച്ചിട്ടില്ല, ഇനി കടിക്കുകയില്ല. ഞാൻ ആ വിറ്റങ്ങളെ അങ്ങനെയാണ് നോക്കണത്. ഞാൻ എൻ്റെ മക്കളെ പോലെ നിങ്ങളെ പോലെയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ പട്ടികളെ കാണുന്നത്. അല്ല അത്രമാത്രം ഞാൻ ആ പട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞു പോലെ അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അത് ഇത്രയും അനുസരണശീലവും ഇത്രയും നന്ദിയുള്ളൊരു ജീവി വേറെ ഏതാളേ? ചേട്ടാ നന്ദിയൊക്കെ ഉണ്ടാവുന്നേ. ഈറ്റങ്ങളെ കൊണ്ട് പൊറുതിമുട്ടല്ലേ ജനങ്ങള്, നാട്ടുകാര്, കുട്ടികള്, കാരണവന്മാര്, എന്തോരം ആൾക്കാരാ. ഒട്ടുമിക്ക വീട്ടിലും ഈ പട്ടികളുടെ എന്തെങ്കിലും ഒരു ഉപദ്രവം കിട്ടാത്ത വീടില്ല നമ്മുടെ കേരളത്തിൽ. ഓട്ടെ, അതിലുപരി പോലീസുകാർ വരെ പട്ടികളെ ഏറ്റവും ടോപ്പ് സ്ഥാനത്ത് കൊണ്ടിരുത്തിയേക്കല്ലേ. അത്രയും വിലയും അനുസരണശീലയും ഒക്കെ ഉള്ള ജീവിയായതുകൊണ്ട് അവറ്റങ്ങൾ പിടിച്ച് കടിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടല്ലേ കടിക്കണേ. അപ്പൊ അതിനെ പ്രകോപിപ്പിക്കരുത്. പട്ടികളെ കൊണ്ട് നാട്ടുകാർക്ക് നടക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഇപ്പോൾ. അല്ല, ഒരു കണക്കിന് അത് നല്ലതല്ലേ. കാരണം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അവറ്റങ്ങളെ കൊണ്ടുണ്ട്. നമ്മൾ അവറ്റങ്ങളെ മേത്ത് കയറിയാലല്ലേ കടിക്കുള്ളൂ. വെറുതെ ആരെങ്കിലും കടിക്കുമോ? ഇപ്പൊ ഈ തെരുവ് നായകൾ കൊണ്ട് നമുക്ക് എന്ത് ഗുണം ഉണ്ടാവണേ? അവറ്റങ്ങൾ ആ വഴിക്ക് പൊക്കോട്ടെ. കാണാൻ നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ തിരിച്ച് കടിക്കുള്ളൂ. അങ്ങനെയൊന്നുമല്ല. റോട്ടിൽ പോണ കൊച്ച് പട്ടീനെ കാണുമ്പോ ഓടും. ഓടാണ്ട് അതിന് നടന്നു പോയാൽ പണ്ടൊക്കെ ഒരു നായ വേറെ നായനെ കണ്ടാ കുറച്ച് പേടിപ്പിക്കില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നായകള് സംഘമായിട്ട് തന്നെ അവർ സംഘടിച്ച് കൂട്ടമായിട്ട് ഒന്നിച്ചാണ് ആക്രമിക്കാൻ തന്നെ. കാരണന്മാര് തന്നെ പറയുന്നുണ്ട് പട്ടീനെ കാണുമ്പോ ഓടരുത്. ഇത് പട്ടീനെ കാണുമ്പോഴേക്ക് ഓടുമ്പോഴല്ലേ പിന്നാലെ വന്ന് കടിക്കണേ. പട്ടി ഓടിച്ചപ്പോൾ ഓടണ്ടേ? പട്ടി ഓടിക്കണ്ടേ? ബൈക്കിന് പോയാൽ പെട്ട്. പിന്നെ എന്തായാലും ഈ പറയണേല് കഥയില്ല. കാരണം ഇത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് വരുമ്പോ അത് ഇതിറ്റങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് രീതിയിലാണെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇതിൽ എണ്ണം കുറയ്ക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണെന്നുള്ളത് ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്തൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഇതിങ്ങനെ നായകള് എല്ലാം അവിടെ ഇങ്ങനെ പൊതുസ്ഥലത്തൊക്കെ നല്ലപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്, പൊതുസ്ഥലത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് തെരുവുനായികൾക്ക്. അതൊക്കെ ഭയങ്കര ശിക്ഷാർഹമായിട്ട് കണ്ടിട്ടാണ് അതൊക്കെ. ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ നടക്കല്ലേ. അവർക്ക് പ്രത്യേക സ്ഥലങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട താല്പര്യം കൊടുക്കാം. ഇനി ഒരാളും പട്ടിയുടെ പേരും പറഞ്ഞ് കോടതിയിലേക്ക് ചെല്ലരുന്നത് ഒരു ഉത്തരവ് വന്നത്. ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? കോടതിക്ക് മനസ്സിലായി പട്ടിക്ക് ഇവിടെ കിടക്കപ്പുറത്തിയില്ലാന്ന്, അവറ്റകൾക്ക് ഭക്ഷണമില്ല. അതുകൊണ്ട് പട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പട്ടിയുടെ കേസും പറഞ്ഞ് കോടതിയിലേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞേക്കണം. ഈ ചേട്ടനോട് പറഞ്ഞൊന്നും കാര്യമില്ല. ഇത് പട്ടിയുടെ പേര് കൈവശം ഇപ്പൊ കോടതി ആ പറഞ്ഞത് പോലും കോടതിയിൽ ഓടിക്കുന്ന പറഞ്ഞത്. കോടതി പറഞ്ഞേക്കണം നിന്നാ പട്ടിയുടെ കേസും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. കോടതിക്ക് മനസ്സിലായത് എന്താ? പട്ടിയെ നിങ്ങളിങ്ങനെ പട്ടീനെ കുറിച്ച് ഇങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇരിക്കാൻ പറ്റില്ല കേട്ടാ. അത് ശരിയാവില്ല. കൺട്രി ഫെല്ലോസ്, ഞാൻ പോവാ. അങ്ങനെ പട്ടീനെ ഒരുപാട് സ്നേഹിച്ച ആൾക്ക് പട്ടി തന്നെ നല്ലൊരു പണി അങ്ങോട്ട് കൊടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, പുള്ളിനൊന്ന് കാണാൻ പോവാ. വാ.